അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി ബഅദ്. വുമൺ വർക്കേഴ്സ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ അല്ലേ, ഇതാണ് നമ്മളെ സബ്ജക്റ്റ്. വേൾഡ് ബാങ്ക് വിശ്വസിക്കുന്നത് ജെൻഡർ ഈക്വാലിറ്റി ഈ സ്മാർട്ട് എക്കണോമിക്സ് അല്ലേ. അപ്പോൾ സ്മാർട്ട് എക്കണോമി വേണമെങ്കിൽ ജെൻഡർ ഈക്വാലിറ്റി വേണമെന്നാണ് വേൾഡ് ബാങ്ക് വിശ്വസിക്കുന്നത്. ആണും പെണ്ണിനും രണ്ട് സമത്വം ഈ എക്കണോമിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ സ്മാർട്ട് എക്കണോമി ഉണ്ടാവുകയുള്ളൂ. വുമൺ ആർ ബേസ് ഫോർ ബ്രോഡ് ആൻഡ് ബേസ്ഡ് എക്കണോമി ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലേ. സ്ത്രീകളാണ് വളരെ വിശാലമായിട്ടുള്ള സാമ്പത്തിക സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സാമൂഹിക പുരോഗതിക്കും സാമ്പത്തികത്തിൻ്റെയൊക്കെ ബേസ് സ്ത്രീകളാണെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു 2011 സെൻസസ് പ്രകാരം വുമൺ കോൺസ്റ്റിറ്റ്യൂട്ട് 48%. അപ്പോൾ പെണ്ണുങ്ങൾ ഏകദേശം 48% ഉണ്ട്. അതിൽ 25.67% വർക്കേഴ്സാണ്. ടോട്ടൽ ഇതിൻ്റെ 25.67% സ്ത്രീകൾ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഒരു എക്കണോമിയുടെ നല്ലൊരു വിഭാഗം സ്ത്രീകളുടെ നടത്തും. ബിക്കോസ് ഓഫ് ഹാഫ് വുമൺ ഹാസ് റോൾ ഇൻ ഡൊമസ്റ്റിക് സ്ഫിയർ ഇൻ റൂറൽ ഓർ അർബൻ ദർ എക്കണോമിക് സ്റ്റാറ്റസ് ഇസ് ലോ അല്ലേ. അപ്പോൾ റൂറൽ അർബൻ ഏരിയകളിലൊക്കെ ഡൊമസ്റ്റിക് സ്ഫിയർ വീടുമായി ബന്ധപ്പെട്ട ജോലികളിലൊക്കെ സ്ത്രീകൾ വളരെ ഫലപ്രദമായിട്ട് ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി ദോസ് ഇൻ അർബൻ സെക്ടർ അല്ലേ. അർബൻ സെക്ടറിലെ ആളുകളൊക്കെ ചില എക്കണോമിക് സ്റ്റാറ്റസ് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റാറ്റസ് ലോ ആണെന്നാണ് പറയുന്നത്. ലോങ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ റൂറൽ അല്ലേ മൈഗ്രേറ്റ് ടു അർബൻ ഫോർ വർക്ക് അല്ലേ. എ ലാർജ് നമ്പർ ഓഫ് വർക്കേഴ്സ് റൂറൽ ഏരിയയിലെ വലിയൊരു വിഭാഗം ആളുകൾ, അതായത് ഗ്രാമീണ മേഖലയിലുള്ള വലിയൊരു വിഭാഗം ആളുകൾ സിറ്റികളിലേക്ക് പോകുന്നു. എന്തിനു വർക്കിന് വേണ്ടിയിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ പലപ്പോഴും ഇല്ലിറ്ററേറ്റ് ആണ്, അൺസ്കിൽഡ് ആണ്, അങ്ങനത്തെ ജോലികൾ ചെയ്യാൻ നിർബന്ധിതരാണെങ്കിൽ കൂടി ഗ്രാമീണ മേഖലയിൽ നിന്നും സിറ്റികളിലേക്കൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോകുന്നുണ്ട്. പക്ഷേ ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ പലപ്പോഴും വർക്ക് ഇൻ ഇൻഹ്യൂമൻ കണ്ടീഷൻ, മാനവികമല്ലാത്ത മനുഷ്യന്മാർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത സ്ഥലങ്ങളിലാണ് പലപ്പോഴും ജോലി ചെയ്യേണ്ടി വരുന്നത്. അവിടെ സ്റ്റാൻഡേർഡ് വളരെ താഴ്ന്ന സ്റ്റാൻഡേർഡുള്ള ജോലികളിലൊക്കെയാണ് അവർ ജോലി ചെയ്യേണ്ടി വരുന്നത്. ഒരു സമൂഹത്തിലും നോ സൊസൈറ്റി വിച്ച് വുമൺ എൻജോയ് സം ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് മെൻ, ആണുങ്ങൾക്ക് ലഭിക്കുന്നത് പോലെയുള്ള അവസരങ്ങൾ ഒരു സമൂഹത്തിലും സ്ത്രീകൾക്ക് നൽകുന്നില്ല എന്നാണ് പറയുന്നത്. Unorganized use in Indian context, women and they engaged in different employment like home based work അല്ലേ. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ സ്ത്രീകൾ ജോലി ഏർപ്പെടുന്ന ഒരുപാട് ഏരിയകളാണ് പറയുന്നത്. ഉദാഹരണം ഹോം ബേസ്ഡ് വർക്കുകളാണ് പലപ്പോഴും സ്ത്രീകളുടെ. ഇപ്പോൾ ഉദാഹരണം റോളിംഗ് ബീഡി ചുരുട്ട് അങ്ങനത്തെ പണികളിലൊക്കെയാണ് സ്ത്രീകൾ ഉണ്ടാവാറുള്ളത്. സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സെല്ലിംഗ് വെജിറ്റബിൾ പോലത്തെ വർക്കുകൾ ഉണ്ടാവാറുണ്ട്. ഹൗസ്ഹോൾഡ് എൻ്റർപ്രൈസ്, സ്മോൾ യൂണിറ്റ്, അഗ്രികൾച്ചർ യൂണിറ്റ്, കൺസ്ട്രക്ഷൻ വർക്ക് അല്ലേ. അതൊക്കെ അതിൽ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പെടുന്ന സാധനങ്ങളാണ്. ഹൗസ് ഹോൾഡുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ സംരംഭങ്ങൾ, ചെറിയ യൂണിറ്റ് കൃഷികൾ, വലിയ പാട്ടത്തിനടുത്തുള്ള പരിപാടികൾ, ചെറിയ കൺസ്ട്രക്ഷൻ വർക്കുകൾ, അതൊക്കെയാണ് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്നത്. ഇറ്റ് ഈസ് വിസിബിൾ ഇൻ ഇന്ത്യ ഇൻ ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ഡൊമസ്റ്റിക് അല്ലേ. അങ്ങനത്തെ ഏരിയകളിലൊക്കെ സ്ത്രീകൾ ജോലി ചെയ്യാറുണ്ട്. ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാറുണ്ട്, അഗ്രികൾച്ചർ ഫീൽഡിൽ ജോലി ചെയ്യാറുണ്ട്. അതാണ് വീടുമായി ബന്ധപ്പെട്ട വർക്കുകളിലൊക്കെ സ്ത്രീകൾ എൻഗേജ് ആവാറുണ്ട്. ആ സർവേ 2011-2012 വേർ ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ അല്ലേ. 2011-12 സർവേ പ്രകാരം 82% സ്ത്രീകളും ജോലി ചെയ്യുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്. പക്ഷേ അവർക്ക് വേണ്ട വിധം സൗകര്യങ്ങളോ അൺസ്കിൽഡായ ജോലികൾ ചെയ്യേണ്ടി വരുന്നു, നല്ലൊരു കണ്ടീഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളതൊക്കെയാണ് നമ്മളിൽ പറഞ്ഞത്. പ്രോബ്ലം ഫേസ്ഡ് ബൈ വുമൺ ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ അപ്പോൾ നമ്മൾ 82% സ്ത്രീകൾ ജോലി അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്. അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നോ സസ്റ്റൈനബിലിറ്റി, സ്ഥിരതല്ല, ജോലി എപ്പോഴും തെറിക്കുക എന്നുള്ളൊരിത്. നോട്ട് ഗെറ്റിംഗ് ട്രെയിനിങ്, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നില്ല. ലോവർ കാസ്റ്റ് ഫേസ് ഡിസ്പാരിറ്റി അല്ലേ. അതായത് ലോവർ കാസ്റ്റുള്ള ആളുകൾ, താഴെത്തട്ടിയുള്ള ആളുകളിൽ അവർ വിവേചനം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ജോലി സ്ഥലങ്ങളിൽ. നോ റൈറ്റ് ടു റൈസ് വോയിസ് ആൻഡ് ഇൻറ്ററപ്റ്റ് ഇൻ ഫൈനാൻഷ്യൽ ഡിസിഷൻ, അവരുടെ ശബ്ദം ഉയർത്താനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അവരുടെ ഫൈനാൻഷ്യൽ ഡിസിഷനിൽ സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങളിലൊക്കെ
ഇടപെടാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ വേതനം നിശ്ചയിക്കുന്ന വിഷയത്തിൽ മറ്റൊന്നും അവർക്ക് ഇടപെടാൻ സാധിക്കുന്നില്ല. എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഹാരാസ്മെൻറ്റ്, സ്ത്രീകളെ പരമാവധി ചൂഷണം. നമ്മൾ പറഞ്ഞത് സ്ത്രീകളുടെ ഇരട്ടി തന്നെ പലപ്പോഴും പുരുഷന്മാരുടെ ഇരട്ടി പലപ്പോഴും സ്ത്രീകൾ ജോലി ചെയ്യേണ്ടി വരാറുണ്ട്. ഹരാസ്മെൻറ്റ് അല്ലേ, പീഡനങ്ങളൊക്കെ. പിന്നെ മെറ്റേണിറ്റി ചിൽഡ്രൻ ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ മെറ്റേണിറ്റിയോ അല്ലെങ്കിൽ ചൈൽഡ് കെയർ ഫെസിലിറ്റീസ് ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല. ഓക്കെ. പിന്നെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, വിവേചനമുണ്ട്, ജെൻഡർ ഇൻഇക്വാളിറ്റി അല്ലേ, ജെൻഡറായിട്ടുള്ള അസമത്വമുണ്ട്. ഇവിടെ മിനിമം വേജ് പലപ്പോഴും എന്താണ് മിനിമം വേജ് പോലും മിനിമം വേജ് ഉണ്ടാവുമല്ലോ, ആ വേജ് പോലും അവർക്ക് ലഭിക്കണില്ല. ഇൻസഫിഷ്യൻറ്റ് പലപ്പോഴും എന്താണ് ലേബറിൻ്റെ മതിയായ ലേബർ ലോകളൊന്നും അവർക്കില്ല. ആബ്സെൻസ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹിക സുരക്ഷിതത്വം പലപ്പോഴും അവർക്ക് ലഭിക്കുന്നില്ല. പിന്നെ പലപ്പോഴും ഡിസീസിന് രോഗത്തിന് സാധ്യതയുള്ള ജോലികളാണ്. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, ഇല്ലിട്രസി, അവിടെ വിദ്യാഭ്യാസം ചെറുപ്പകാലത്തിൽ തന്നെ ജോലി ചെയ്യേണ്ടി വന്നിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത അവസ്ഥ, നിരക്ഷരത, ഇൻസഫിഷ്യൻറ്റ് സ്കിൽ ആൻഡ് നോളജ്, സ്ട്രെസ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് വർക്ക് അല്ലേ, അവർക്ക് കാര്യക്ഷമമായിട്ടുള്ള കഴിവോ അറിവോ ഇല്ലാത്തത് കൊണ്ട് അവർ സ്ട്രെസ് അനുഭവിക്കേണ്ടി വരുന്നു, കാര്യക്ഷമമല്ലാത്ത വർക്കുകൾ ചെയ്യേണ്ടി വരുന്നു. എക്സ്പ്ലോയിറ്റേഷൻ, ഈസിലി ത്രെട്ടൻഡ്, സബ്ജക്റ്റ് ഓഫ് സെക്സ്വൽ ഹാരാസ്മെൻറ്റ് അല്ലെ, സ്ത്രീകളെ പലപ്പോഴും ചൂഷണം ചെയ്യുന്നു. അതായത് സിമ്പിളായിട്ട് അവരെ ത്രെട്ടൻ ചെയ്യാം, ഒന്ന് പേടിപ്പിച്ചാൽ എന്താണെന്ന് ഒളിച്ചോളും. സബ്ജക്റ്റ് ഓഫ് സെക്സ്വൽ ഹാരാസ്മെൻറ്റ് അല്ലെ, സെക്സ്വൽ ഹാരാസ്മെൻറ്റിന് പലപ്പോഴും അവർ കീഴടങ്ങുന്നു. ഇൻസെക്യൂർ ജോബ്, പലപ്പോഴും അവരുടെ ജോലികൾ എന്തല്ല സുരക്ഷിതമല്ല. നോൺ സിമ്പത്തറ്റിക് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയർ അല്ലെ, സ്ത്രീകളോട് കാണിക്കേണ്ട ഒരു സഹതാപമുണ്ട്, അങ്ങനെ ഒരു സഹതാപം ഇല്ലാത്ത തരത്തിലാണ് അവരുടെ ജോലി ഉടമ അവരോട് ചെയ്യുന്നത്, പെരുമാറുന്നത്. എക്സ്ട്രീം വർക്ക് പ്രഷർ, ഭയങ്കര വർക്ക് പ്രഷർ സ്ത്രീകൾക്ക് ഉണ്ടാകാറ്. ടോയ്സ് ഓഫ് മെൻ, പലപ്പോഴും ആണ് ചെയ്യുന്നതിൻ്റെ 6 മണിക്കൂറാണെങ്കിൽ പെണ്ണ് 12 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും, എസ്പെഷ്യലി ഇൻ അഗ്രികൾച്ചർ ഫീൽഡിൽ, പ്രത്യേകിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ടവർ. വൺ സ്റ്റഡി ഇൻ ഹിമാലയയിൽ നടന്ന ഒരു സ്റ്റഡി, അതായത് 1 ഹെക്ടർ ഫാമിൽ ഓരോരുത്തർ എത്ര മണിക്കൂർ ജോലി ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ബുള്ളോക്ക് കാള ജോലി ചെയ്തത് 112 ഹവർ, 1064, ആണുങ്ങൾ 1162, പെണ്ണുങ്ങൾ 3485. അപ്പോൾ 3 ഇരട്ടി, ആണിൻ്റെ 3 ഇരട്ടി അവിടെ സ്ത്രീ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഇറഗുലർ വേജ് പേയ്മെൻറ്റ്, റെഗുലർ അല്ല, കൃത്യമായിട്ടൊന്നും എന്തിട്ടില്ല, വേജ് ലഭിക്കുന്നില്ല. വേജ് ഡിസ്ക്രിമിനേഷനൊക്കെ അവരെന്താണെന്ന് അവിടെ അനുഭവിച്ചു. ഓക്കെ, ഫെസ്റ്റുമായി ബന്ധപ്പെട്ട തിരക്കായതുകൊണ്ട് ഇപ്പോൾ അത്രേ പറ്റുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് തീർക്കാം. അസ്സലാമു അലൈക്കും.